ആയില്ലങ്കാവ് എന്ന ഹ്രസ്വചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോ കണ്ട് മുക്കം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ. പുരസ്കാര ജേതാവ് കൂടിയായ തേജസ് പെരുമണ്ണയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കാവ്, വിശ്വാസം, മിത്തുകൾ, അതേപോലെ തന്നെ ജൈവ വൈവിധ്യങ്ങൾ, മതസൗഹാർദ്ദം എല്ലാം കൂടി ഒരു സന്ദേശമായി പറയുന്ന ആയില്ലങ്കാവ് എന്ന ചിത്രത്തിൻ്റെ സംവിധായകനും അണിയറ പ്രവർത്തകരും ആണ് നമ്മളിപ്പം സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ പെരുമണ്ണയിലുള്ള ഒരു സംഘം കലാകാരന്മാരെ കൂടിയിട്ടായിരിക്കാം പക്ഷേ ഈ പടം നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. മുക്കം തിരഞ്ഞെടുക്കാൻ കാരണം ഇതിൻ്റെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതിലെ കൂടുതൽ ആളുകളും പെരുമണ്ണുകാരല്ല, മുക്കം ബേസ് ചെയ്തിട്ടാണ് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രൊഡ്യൂസർ ഇവിടെയാണ്, കൊടുവള്ളിയാണ്. എൻ്റെ ക്യാമറമാൻ, എൻ്റെ സഹപാഠി കൂടിയായ രാജീവ് ഗൗതം ഇവിടെ അടുത്താണ്. ഇതിൽ ഡബ് ചെയ്ത നല്ലൊരു ശതമാനം ഇവിടെയാണ്. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ മുഴുവൻ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കുറച്ച് കാൽഭാഗം മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ തന്നെ അത് ഫസ്റ്റ് ഷോ വെക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി. ഇത് പിന്നെ ആയില്ലങ്കാവിൻ്റെ കഥയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് യഥാർത്ഥത്തിൽ മതത്തിനോട് ഇത്തരം വിമുഖത കാണിക്കുന്ന രീതിയിലാണ് ആളുകൾ പൊതുവേ ഉള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള മിത്തുകളും അതേപോലെ തന്നെ വിശ്വാസങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ് ചിത്രത്തിൽ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? മതത്തിനോട് വിമുഖത കാണിക്കുന്ന, മതത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥം പല മതഗ്രന്ഥങ്ങളും അവർ ആരാണോ അത് പറഞ്ഞത് അതിൻ്റെ 100 വർഷങ്ങൾക്ക് ശേഷമാണ് അത് എഴുതപ്പെട്ടത്. അപ്പോൾ ഒറിജിനൽ ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത് പിന്നീട് പല മാറ്റങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ഒരാളെടുത്ത് കൈമാറി അത് വളരെ മാറ്റങ്ങൾ വന്നിട്ടാവാം. അപ്പോൾ അത് ഇന്നത്തെ തലമുറയ്ക്ക് അത്തരം ചില പ്രസ്താവനകൾ, ചില ഐഡിയകൾ നമ്മൾക്ക് ഇന്നത് തെറ്റായി പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അത് വ്യാഖ്യാനിക്കുന്നതിലാണ് തെറ്റ്. പിന്നെ അതിനെ വളരെ മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ധാരാളമുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് ശാസ്ത്രീയമായി പുരോഗമിച്ച് ഈ കാലത്തും നമ്മൾ ഈ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് ആണ് അവിശ്വാസി ഉണ്ടാവാൻ കാരണം. അത് അവിശ്വാസി കൂടി വരുന്നതിൻ്റെ കാരണതാണ്. എന്നാൽ അതിന് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വിശ്വാസം തന്നെയാണതും. അല്ല, 92% രാത്രിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ രാത്രികളിലുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കരമായിട്ട്, അതാണ് ഇതിൻ്റെ വലിയൊരു എന്താ പറയുക വെല്ലുവിളിയായിട്ട് തീർന്നത്. അതൊരു കലാകാരനോട് ചോദിക്കേണ്ടതല്ലെങ്കിൽ പോലും ഒരു ഫീച്ചർ ഫിലിം മേഖലയിലുള്ള ഒരാൾ ഇത്തരം ഹ്രസ്വചിത്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു സാഹചര്യം എന്താണ്? ഒരു ഫേമസ് നടൻ ഒരാളാണെന്ന് വിചാരിച്ചോളൂ, അയാൾക്ക് അയാളുടെ നാട്ടിലൊരു ചെറിയ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ലേ? അതേപോലെ എൻ്റെ സിനിമയെയും എന്നെയും സ്നേഹിക്കുന്ന ആളുകളെ വെച്ചുകൊണ്ടൊരു സിനിമ എടുക്കുക ഞാനാണ് ആഗ്രഹം. അജിത് കുമാർ സാറ് മലയാളി പ്രേക്ഷകർക്ക് ഒരു ആമുഖ ആവശ്യമല്ല. ഈ ഒരു കൊച്ചു ഹ്രസ്വ സിനിമയിൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും മുഖം കാണിക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? അത് തേജസ് പെരുമണ്ണ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ നാഷണൽ അവാർഡ്, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് ഞാൻ പേര് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഒരു ദിവസം എന്നെ ഇങ്ങനെ വിളിച്ചിട്ടിങ്ങനെ ഒരു ചെറിയ ഫിലിമാണ്, പക്ഷേ വളരെ അധികം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ക്യാരക്ടറാണ് ബാബു നമ്പൂരി ചേട്ടന് വെച്ചിരിക്കുന്നൊരു ക്യാരക്ടർ. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിഗ് ബോസിന് ശേഷം ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്ത് കിട്ടിയാലും ചെയ്യും. കൂടുതലും നെഗറ്റീവാണ് കൂടുതൽ ഇഷ്ടം, നെഗറ്റീവ് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും ചെയ്യും എന്നുള്ള സിറ്റുവേഷനിൽ ഒരു വേറൊരു ലെവൽ ഒരു ഉസ്താദിൻ്റെ, അത് പ്രത്യേകിച്ചും ഒരുപാട് അനുഭവ സമ്പത്തുള്ള 3 തലമുറയെ കണ്ടിട്ടുള്ള ആ ഒരു അടക്കവും ഒതുക്കവും വരുന്ന സംഭവം സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അത് മനസ്സിലായി. വളരെ സന്തോഷത്തോടെ എടുക്കുകയും പിന്നെ തേജസ്സേട്ടനോട് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര അഭിമാനമാണ്. എന്നുവെച്ചാൽ ഞാൻ കേട്ടിട്ടുള്ളത്, നമ്മളിപ്പം ജോൺ അബ്രഹാം സാറിനെ പോലെ, പത്മരാജൻ സാറിനെ പോലെ, അരവിന്ദൻ സാറിനെ പോലെ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലെ, അപ്പോൾ ആ കാറ്റഗറിയിലേക്ക് വരാൻ പറ്റുന്ന, ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുന്ന ഒരു മികച്ച സെൻസുള്ള ഒരു ഡയറക്ടറാണ് തേജസ് പെരുമണ്ണ. ആയില്ലങ്കാവ് എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഈ സിനിമയെ കൊണ്ടുപോകുന്നത് നാഗൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്. നാഗരാജവുമായി ബന്ധപ്പെട്ട കഥയാണ് ഇതിലുള്ളത്. ആ നാഗൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. മാത്രമല്ല ഈ കഥയിലൊരു ട്വിസ്റ്റിങ് വരുന്നത് മീനാക്ഷി എന്ന കഥാപാത്രത്തിൻ്റെ മരണത്തോടു കൂടിയാണ്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്ന ഒരു ആൽബം സോങ് വഴി, തേജസ് പെരുമണ്ണ അങ്കിളുടെ ഒരു വഴി തന്നെയാണ് ഞാൻ എത്തിപ്പെടുന്നത്. അതായത് ആൽബം സോങ്ങിൽ ഒരു ഓഡീഷൻ, ചെറിയൊരു റോള് അയച്ചു കൊടുത്തു, അങ്ങനെ സെലക്ട് ആയി. പിന്നെ പറഞ്ഞു ഷോർട്ട് ഫിലിമിൽ ആൽബം സോങ് അടിപൊളിയാക്കിയ ഷോർട്ട് ഫിലിം നെക്സ്റ്റ് ഡേ കിട്ടും. അതിന് നെക്സ്റ്റ് ഡേ സെലക്ഷൻ കിട്ടി. അത് കഴിഞ്ഞ് ധീരം മൂവിയിലേക്ക് നെക്സ്റ്റ് ഡേ, അതൊക്കെ ഒരു ചുവട് എന്താ പറയുക, നെക്സ്റ്റ് അടുപ്പിച്ചിട്ട് തന്നെ കിട്ടിയത്. അപ്പോൾ ഒരു ഭയങ്കര ലക്കിയും ഭയങ്കര ബ്ലെസ്ഡും ആയിട്ടുള്ള തന്നെ ഫീലിംഗ് ആയിരുന്നു.
കാരണം ഇത് ആൽബം സോങ് ആയിരുന്നു എൻ്റെ തുടക്കം. ഐശ്വര്യ എങ്ങനെയാണ് കലാജീവിതത്തിലേക്ക് വന്നത്? പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടാണോ അല്ലെങ്കിൽ വേറെ ഏത് രീതിയിലുള്ള പ്രേരണയാണോ, എങ്ങനെയാണ്? അല്ല, വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. കാരണം ഞാൻ പഠിച്ചത് ആർട്സ് കോളേജിലാണ്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നാണ് കഴിഞ്ഞ് വന്നത്. പിന്നെ BEdും കൂടെ കഴിഞ്ഞതാണ്. അപ്പം നൃത്തം പഠിച്ചിട്ടില്ല, നമ്മൾ കളിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൃത്തം, ഡാൻസിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് എത്തിപ്പെടുന്ന ആക്ടിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര പാഷനാണ്. അപ്പോൾ റീൽസ് ഇങ്ങനത്തെ ടിക്ടോക്ക് എന്നാണ് തുടക്കം വേണ്ടത്. അപ്പോൾ ടിക്ടോക്ക് ബാനായതിനു ശേഷം നമ്മൾ പിന്നെ റീൽസിലോട്ട് വന്നു, ഇൻസ്റ്റാഗ്രാം, പിന്നെ വ്ളോഗിങ്, അങ്ങനെ പിന്നെ ആക്ടിങ്ങിനോട് ഭയങ്കര വലിയ താല്പര്യം നമുക്ക് കിട്ടുന്ന ചാൻസ് വന്ന് ഒരു ചുവട് വെച്ചതാണ്. സിനിമ അത് 2 മണിക്കൂറുണ്ടാവും. ഇത് ചെറിയൊരു ടെലിസിനിമ. അതില് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് അത് സംവിധായകൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കലി അതിൻ്റെ ഒരു പെർഫെക്ഷൻ, അതെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാമ്പ് ആണ് പ്രൈമറി ആയിട്ടുള്ള വിജയം. പിന്നെ നമ്മൾ ക്രിട്ടിക്കലി നമ്മൾ അതിനെ സമീപിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നമ്മൾ തോന്നും, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. പക്ഷെ എന്നിരുന്നാലും ഒരു സിനിമ അത് ആളുകൾ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും അഭിനേതാക്കളെയൊക്കെ സംബന്ധിച്ച് അത് ആളുകൾക്ക് കാണാൻ പറ്റി എന്നതാണ്. അത് വളരെ വേഗത്തിൽ, അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അത് ഇത്രയും പെട്ടെന്നൊക്കെ ഈ സിനിമ സ്ക്രീൻ ചെയ്യും.